ഹേ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. ഏകദേശം എനിക്കൊന്ന് 2 വർഷത്തോളമായി തോന്നുന്നു വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പം അതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. 2 വർഷത്തിന് ശേഷമുള്ള വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടെൻഡർ കോക്കനട്ട് സെറാഡുറ പുഡിംഗ് ആണ്. സിമ്പിളാണ് ചെയ്യാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ പുഡിങ്ങിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. മാരി വിറ്റ് എടുക്കാം, മാരി ഗോൾഡ് എടുക്കാം, അല്ലെങ്കിൽ ആരോ റൂട്ട് എടുക്കാം. ഞാനിപ്പം ഫ്ലേവറൊന്നും ഇല്ലാത്ത പ്ലെയിൻ മാരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊരു 75 ഗ്രാം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പുഡിങ്ങിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തിക്ക് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തിക്ക് ക്രീമാണ്. ഇത് 2 പാക്കറ്റും കൂടിയിട്ട് ഒരു 500 ml ഉണ്ട്. ഒരു പാക്കറ്റ് വരുന്നത് 250 ml ആണ്. അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളായിട്ടും പിന്നെ നെക്സ്റ്റ് പാക്കറ്റിൽ നിന്ന് ഒരു 50 ml കൂടിയിട്ട് അങ്ങനെ മൊത്തത്തിൽ ഞാൻ 300 ml ആണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ ഗൾഫിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പോലെ ലൂസായിട്ടുള്ള ഫ്രഷ് ക്രീം അല്ല കേട്ടോ കിട്ടുന്നത്, തിക്കായിട്ടുള്ള ക്രീമാണ് കിട്ടുന്നത്. അതിന് ബ്രേക്ക്ഫാസ്റ്റ് ക്രീം എന്ന് പറയും. പിന്നെ ഇതുപോലത്തെ തിക്ക് ക്രീം വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, മിൽക്ക് മെയ്ഡ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ കുറേ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഫ്രോസൺ ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് പൾപ്പ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതാകുമ്പോൾ ഓൾറെഡി അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് പൾപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും, കാരണം മധുരം കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ ഓൾറെഡി ഇതിൽ ഷുഗർ ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ആ ഒരു ടെൻഡർ കോക്കനറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ കുറവാന്ന് തോന്നുമെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് എക്സ്ട്രാ ഒരു ടെൻഡർ കോക്കനറ്റിൻ്റെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ബീറ്റ് ചെയ്തെടുക്കണമെന്നില്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റാക്കി എടുക്കാൻ വേണ്ടു. അപ്പോൾ ഒരു ചെറിയ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു സൈസിലാണ് കേട്ടോ ചെയ്തെടുക്കുന്ന പുഡിങ്. അപ്പോൾ ഈ ഒരു ട്രേയിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ ആദ്യം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബിസ്ക്കറ്റിൻ്റെ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഫ്രഷ് ക്രീമും അതൊക്കെ ചേർത്ത് പൾപ്പൊക്കെ ചേർത്തിട്ടുള്ള അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. സെയിം മെത്തേഡ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് പൊടി ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലായിട്ട് ആ ഒരു ക്രീം മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ നോർമൽ സെറാഡുറ പുഡിങ്ങിനേക്കാളും ഇഷ്ടമായിട്ടുള്ളത് ഇങ്ങനെ ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സീതാപ്പഴം ഉണ്ടല്ലോ, അത് വെച്ച് കസ്റ്റേർഡ് ആപ്പിൾ അത് വെച്ചിട്ടുള്ള പുഡിങ് റെഡിയാക്കാം. ഇതുപോലെ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ തന്നെ അങ്ങനെ തന്നെയാണ്, കുറച്ച് ലൂസായിട്ടുള്ള ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പം എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.